മരീചിക എന്നാൽ എന്താണ് അർത്ഥം? മരുഭൂമിയിലോ മറ്റ് ചൂടുള്ള സ്ഥലങ്ങളിലോ വെള്ളമുണ്ടെന്ന് തോന്നിക്കുന്ന എന്നാൽ വെള്ളമില്ലാത്ത പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസത്തെയാണ് മരീചിക എന്ന് പറയുന്നത്. എന്നാൽ ഈ മരുഭൂമിയിലൊക്കെ അകപ്പെട്ടു പോകുന്നവർ അവിടെ ഒരുപാട് മരീചിക കാണുകയും അവിടേക്കൊക്കെ ഓടിയടുക്കുകയും അടുത്തെത്തുമ്പോൾ വെള്ളമില്ല എന്ന് മനസ്സിലാക്കി നിരാശരാവുകയും ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും മരീചിക എന്നത് ഒരു പറ്റിക്കൽ പരിപാടി തന്നെയാണ്. ഇവിടെയും ഒരു മരീചിക രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ശത്രുക്കൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു വലിയ മരീചിക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. വളച്ചു കിട്ടുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മരീചിക? റഡാർ നിരീക്ഷണ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പോർട്ടബിൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഇമേജ് ഡിസ്റപ്റ്റർ ആണ് മരീചിക. മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി വ്യക്തമാക്കി തരാം. മരീചിക എന്ന ഈ ഇമേജ് ഡിസ്റപ്റ്ററുകൾ തെറ്റായ ചിത്രങ്ങളോ അമിതമായ ശബ്ദമോ സൃഷ്ടിച്ച് റഡാർ ഉപഗ്രഹങ്ങളെയും അതുപോലെ തന്നെ വിമാനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുകയും അതുപോലെ തന്നെ അവയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സൂത്രശാലിയായ ഉപകരണമാണ്. യുദ്ധ സാഹചര്യത്തിൽ അങ്ങോട്ട് കയറി അടിക്കുകയും ഇങ്ങോട്ട് വരുന്ന അടികൾ തടയുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില തന്ത്രപരമായ നീക്കങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മരീചിക ഒരു കൗണ്ടർ ഇന്റലിജൻസ് സർവൈലൻസ് റെക്കഗ്നൈസൻസ് ഉപകരണമായി പ്രവർത്തിക്കുന്നു. ഇനി ഈ ഉപകരണത്തിന് ഫീൽഡ് ട്രയലുകൾ ചെയ്തു നോക്കേണ്ടതുണ്ട്. ആ ടെസ്റ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സേനയുടെ പരമ്പരാഗതമായ കാമോഫ്ലാഷ് ചെയ്ത്, അതായത് ഏത് ഭൂപ്രകൃതിയിലാണ് ഇവയെ വിന്യസിക്കുന്നത് അതിനനുസരിച്ച് അതിനിണങ്ങുന്ന തരത്തിലുള്ള നിറങ്ങൾ ഇവയ്ക്ക് നൽകി ഇലക്ട്രോണിക് വാർഫെയർ തന്ത്രങ്ങളിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാനാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഉപകരണം റഡാർ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ ഇമേജിംഗ് കഴിവുകളെ ഫലപ്രദമായി കബളിപ്പിക്കാനും ഇവയ്ക്കാകും. അതുപോലെ തന്നെ ശത്രു വിമാനങ്ങളുടെയും റഡാറുകളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് അവയ്ക്ക് വികലമായ ഡേറ്റ നൽകി പണി കൊടുക്കും ഈ വിരുദ്ധന്മാർ. മരീചികയുടെ പ്രധാന പ്രവർത്തനം എന്നത് സിഗ്നലിൽ കൃത്രിമത്വം നടത്തുക എന്നതാണ്. ഈ സ്വാഭാവികമായ ഭൂപ്രകൃതി പ്രതിഫലനങ്ങളെ അനുകരിക്കുന്ന അനുയോജ്യമായ റേഡിയോ ഫ്രീക്വൻസി പ്രതികരണങ്ങൾ ഇവ പുറപ്പെടുവിക്കും. അതുപോലെ തന്നെ ഭൂപ്രകൃതിയിലുള്ള മാറ്റങ്ങൾ, വാഹനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ പോലെയുള്ള അപാകതകൾ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് സൃഷ്ടിച്ചുകൊണ്ട് ശത്രുവിനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടും. ഇത് SAR പ്രോസസറിനെ തെറ്റായ ചിത്രങ്ങൾ പുനർനിർമ്മിക്കാൻ പ്രേരിപ്പിക്കുമെന്നതാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മരീചിക ഇല്ലാത്ത ഒരു പ്രശ്നം കെട്ടിച്ചമച്ച് അത് ശത്രുവിന്റെ മുന്നിലേക്ക് അങ്ങ് തള്ളിവിടും. ഈ കെട്ടിച്ചമച്ച കുഴപ്പങ്ങൾക്കിടയിൽ യഥാർത്ഥ ലക്ഷ്യങ്ങളെ വേർതിരിച്ചറിയാൻ ശത്രുക്കൾക്ക് കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഈ ഉപകരണം പോർട്ടബിൾ ആണ്, അതായത് വളരെ എളുപ്പത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയി വിന്യസിക്കാൻ കഴിയും. ഇത് നമ്മുടെ കരസേനയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യവുമാണ്. സ്റ്റേഷനറി EW ഇൻസ്റ്റലേഷനുകൾ, അതായത് സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ തന്നെ വാഹനത്തിൽ ഘടിപ്പിച്ച ജാമറുകൾ എന്നിവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ പ്രവർത്തന രീതിയാണ് നമ്മുടെ മരീചികയ്ക്കുള്ളത്. ചൈനയുടെ യോഗോൺ ഉപഗ്രഹങ്ങൾ നിരന്തരമായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ യോഗോൺ ഉപഗ്രഹത്തിന്റെയൊക്കെ കാര്യം ഗോവിന്ദയായി എന്ന് തന്നെ പറയണം. മരീചികയുടെ വരവോടെ ഇനി ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ 10 മടങ്ങുമെന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി എവിടെയാണ് മരീചിക വികസിപ്പിച്ചെടുത്തതെന്ന് നമുക്ക് നോക്കാം. നോയിഡ ആസ്ഥാനമായുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡയസ്പ്രോ ഇൻടെക് ആണ് മരീചിക എന്ന ഈ വിരുദ്ധൻ ഉപകരണത്തെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ തദ്ദേശീയ പ്രതിരോധ ഇലക്ട്രോണിക്സിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന കഴിവിനെ എടുത്തു കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം. ഇതൊക്കെ വളരെ ചിലവ് കുറഞ്ഞ എന്നാൽ പ്രവർത്തനശേഷിയിൽ ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്ന സൈനിക ഉപകരണങ്ങളാണ്. ഇന്ത്യൻ സൈന്യത്തിനും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും വിന്യാസ സാഹചര്യങ്ങൾ ധാരാളമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോഴും അതിനെയെല്ലാം ചവിട്ടുപടികളാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിജയഗാഥ തുടർന്നുകൊണ്ടേയിരിക്കും.